ഡിവോഴ്സിന്റെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ പുതിയ ട്രെൻഡിങ്ങിൽ വന്നേക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഓപ്ഷണലി, അതായത് നമ്മൾ ചൂസ് ചെയ്യാണ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മളും നമ്മുടെ ഹസ്ബൻഡുമായിട്ട് വേറെ തന്നെ ബെഡിൽ 2 റൂമിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത്, അതായത് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. കാരണം അവരുടെ ആ ഒരു ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മൊബൈൽ കാണായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ വന്ന് കിടക്കുന്ന സമയം വേറെ ആയിരിക്കും. അപ്പൊ സ്ലീപ്പിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 37% ആൾക്കാർ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ 1-2 ദിവസത്തേക്കാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ അത് കുറെ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാസങ്ങളോളം നമ്മൾ പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, രണ്ടുപേരും 2 റൂമിലാണ് കിടക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഫിസിക്കലി നമുക്ക് ഒരു ബോണ്ടിങ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ മെന്റലി ഉള്ള ബോണ്ടിങ് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ പല കേസുകളിലും ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോഴത്തെ ജോലിയുടെ സാഹചര്യം വെച്ചിട്ട് ഒരാൾ വരുമ്പോൾ ഒരാൾ പോവുക, അങ്ങനെയുള്ള പാറ്റേണിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസിനകത്ത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുട്ടികളായി കഴിയുമ്പോഴാണെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഓപ്റ്റ് ചെയ്യാൻ എന്താ, ഹസ്ബൻഡ് വേറെ റൂമിൽ കിടക്കാം, വൈഫ് വേറെ റൂമിൽ കിടക്കാം എന്നുള്ളതായിരിക്കും. അപ്പൊ വൈഫിന്റെ ഉറക്കം പോയാലും ഹസ്ബൻഡിന്റെ ഉറക്കം ഓക്കെ ആയിട്ട് കിട്ടും. പക്ഷെ അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു മെന്റൽ ബോണ്ടിങ് നഷ്ടപ്പെടും. അതുവഴി പല ഫാമിലീസും ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ ഇത് ഭാവിയിലും ട്രെൻഡ് ആവാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ മാറിക്കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് നാളത്തേക്ക് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഡിവോഴ്സിൽ കലാശിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്ലീപ്പ് ഡിവോഴ്സിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യൂ കേട്ടോ.